നിക്കടി അവിടെ. അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്താടി വിചാരിച്ചേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി. നന്ദുവിന് മേൽ ചേച്ചിയുടെ അവകാശം പറഞ്ഞല്ലോ. പക്ഷെ നന്ദു വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് നന്ദുവിൽ ആദ്യ അവകാശം ഭാര്യയ്ക്ക്. വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ഞാനോ നന്ദു ആഗ്രഹിച്ചിട്ടില്ല. എന്ന് വെച്ചാ ഞാൻ കഴിഞ്ഞേ അച്ഛനും അമ്മയ്ക്കും പോലും നന്ദുവിന് മേൽ അവകാശമുള്ളൂന്ന്. അതിനും താഴെ വരൂ സഹോദരി. അത് ശരി. അപ്പൊ നിനക്ക് അധികാരവും അവകാശമൊക്കെ അറിയാല്ലേ? പിന്നെ എല്ലാം അറിയണ്ടേ? ചേച്ചി ചോദിച്ചല്ലോ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു. നന്ദുവിനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ. അതിനാദ്യം ചെയ്യുന്നതേ SP യെ കാണുക എന്നുള്ളതാ. വളരെ മിടുക്കനായ ഓഫീസറാ ഇവിടുത്തെ SP. അദ്ദേഹത്തെ കണ്ട് അന്വേഷണം ഊർജിതമാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അന്വേഷണ ചുമതല ഇപ്പോഴത്തെ DYSPയിൽ നിന്നും മാറ്റും. നീയപ്പ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുമായിരുന്നു. അതെ, ഹരിയങ്ങളും അച്ഛനും പറയുന്ന പോലെയാ ഇപ്പൊ എന്റെ തീരുമാനങ്ങൾ. അവരോട് ആലോചിക്കാതെ ഒന്നും ഞാനായിട്ട് തീരുമാനിക്കാറില്ല. പുറത്തുനിന്ന് കുറ്റപ്പെടുത്താനേ ആർക്കും എളുപ്പമാ ചേച്ചി. കൂടെ ഉള്ളപ്പോഴേ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ മനസ്സിലാവും. ഹരിയങ്ങളും ഗിരീഷേട്ടനും അച്ഛനും ഒക്കെ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ദയവായി അതിനെ തളർത്താൻ നോക്കരുത്. അങ്കിൾ, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ശരി മോളെ. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. എന്തിനാ രജനി നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നീ ഇങ്ങോട്ട് വരുമ്പോ അടങ്ങി ഒതുങ്ങി നിൽക്കാന്നൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ മറന്നോ? ഗിരീഷേ, മോളെ ഒന്നും പറയണ്ട. വാ മോളെ.